Hello guys, welcome back. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേരള ലഞ്ച് മെനുവിന്റെ 34ാമത്തെ മെനു ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പീസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് മെനുവിലുള്ളത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു രസം, പിന്നെ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു തോരൻ, സാലഡ്, ചോറ്, പിന്നെ പപ്പടം. രസം ഉണ്ടെങ്കിൽ പിന്നെ പപ്പടം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിൽ. അതിൽ കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച്, പിന്നെ ചുവന്ന മുളകും കരിവേപ്പിലയും കായവും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് തിളക്കട്ടെ, ഒരു 2-3 മിനിറ്റ്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരവും കൂടി ഇത് തിളക്കട്ടെ. ഇപ്പം അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തേങ്ങാപ്പാൽ രസം റെഡിയായി. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില നമുക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പുറത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. തോരനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, മുളക്, കായം, കരിവേപ്പില ചേർത്ത് ഉള്ളിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് സോയ ആഡ് ചെയ്യാം. അപ്പോൾ സോയ ഞാൻ ഓൾറെഡി വേവിച്ച് വെള്ളമൊക്കെ നന്നായി സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സ് ചെയ്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങയുടെ കൂട്ടത്തിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, പച്ചമുളക് ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായി കുക്ക് ചെയ്താൽ നമ്മുടെ തോരനും റെഡിയാവും. അപ്പോൾ ഈ സിമ്പിൾ മീൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.